മാലതി, എന്താ ഇതാ ഏതോ ഒരു കുട്ടി വന്ന് നിൽക്കുന്നു. വിശന്നിട്ട് വന്നതായിരിക്കും. വിളിച്ച് ഭക്ഷണം വല്ലതും കൊടുത്തു വിടൂ. ശരി, നീ ഇങ്ങോട്ട് വാ. വാ, പേടിക്കണ്ട. പേടിക്കണ്ട, വാ. നീ ഏതാ കുഞ്ഞ്? ദൂരെയാ. ഇവിടെ എന്തിനാ വന്നത്? എന്റെ ചേട്ടന് വിശക്കുന്നു. നിന്റെ ചേട്ടന് വിശക്കുന്നോ? അവളുടെ ചേട്ടന് വിശക്കുന്നുവെന്ന്. നിന്റെ ചേട്ടനെവിടെ? റോഡില് നിൽക്കുന്നു. എന്താ ഇങ്ങോട്ട് വരാത്ത? ചേട്ടൻ വരില്ല. അതെന്താ? ചേട്ടന് നാണമാ. നല്ല നിലയിൽ പറഞ്ഞ കുട്ടിയാണെന്ന് തോന്നുന്നു. അതിനായിട്ട് വിഷമിപ്പിക്കാതെ വേഗം പറഞ്ഞു വിടൂ. നിന്റെ കയ്യിലെന്തായിരിക്കുന്നേ? എന്റെ അച്ഛന്റെ പടം. കൊണ്ടുവാ, കാണട്ടെ. അത് വേണ്ടെന്ന്, അത് പറഞ്ഞു വിടൂ. പോട്ടെ, അത് പോട്ടെ. എന്താ സാറേ, അവളുടെ അച്ഛന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ. സാറിന് അവളുടെ അച്ഛന്റെ ഫോട്ടോ കാണുന്നു. ഇതാ. സാറെന്താ വല്ലാതെ നിൽക്കുന്നു? കൊച്ചുകുട്ടികൾ അലഞ്ഞിറക്കുന്നത് കാണാൻ എനിക്ക് വലിയ വിഷമമാണ്. നിന്റെ അച്ഛനും അമ്മയും എവിടെ? കൂടുതൽ പറഞ്ഞ് അതിനെ വിഷമിപ്പിക്കണ്ട, പറഞ്ഞു വിടൂ. അച്ഛനും അമ്മയും ചത്തുപോയോ? കരയണ്ട, ചേട്ടനെ വരാൻ പറയും. 2 പേർക്ക് ഞാൻ ചോറ് തരാം. കരയണ്ട. മാലതിക്കത് മനസ്സിലാവില്ല. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എനിക്കിന്ന് എന്തെങ്കിലും പറ്റിയാൽ വയസ്സായ എന്റെ അമ്മയും അച്ഛനും കൂടി തള്ളയില്ലാത്ത ഒരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഉരിയ കഞ്ഞിവെള്ളത്തിരുന്ന് ആടൊട്ടുക്ക് നടന്നിട്ടുണ്ട്. സാറിന് വേറെ എത്ര ട്യൂഷനുണ്ട്? 3-4 വീട്ടിലെന്താ അയക്കാൻ കാണിച്ചു? 10-50 രൂപ അയക്കാം. സാറ് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം. ഗോപാല, ആ കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുത്തോ? കൊടുക്കുക. ഞങ്ങള് പോവാം. നിങ്ങൾ ചോറുണ്ടോ? ഉണ്ട്. എടാ, നിനക്ക് ഇവളിവിടെ നിർത്താൻ സമ്മതമാണോ? വലിയ ജോലിയൊന്നുമില്ല, പാത്രം എടുക്കാൻ പറ്റോ ചെയ്താൽ മതി. എന്താ, നിനക്കിഷ്ടമാണോ? നിന്റെ പേരെന്താ? അമ്മിണി. അമ്മിണി ഇവിടെ താമസിച്ചു. ചേട്ടൻ നിന്നെ വല്ലപ്പോഴും കാണാൻ വരും. ഇവളെവിടെ നിർത്തുന്നോ? നിർത്താം. എന്നാ നീ പൊയ്ക്കോ. നീ ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ട. അപ്പുറത്തോട്ട് ചെല്ല്, പിള്ളേരെല്ലാരും അവിടെ കാണും. ചെല്ല്. ചേട്ടൻ വല്ലപ്പോഴൊക്കെ വരാമണി. നിന്റെ പടം എങ്ങിട്ടാ ഇവിടെ വെച്ചേക്കാം. നിന്റെ അച്ഛന്റെ പടം നമുക്കിവിടെ എങ്ങാനും വെക്കാം. ആ, നീ കരയത്. കരയാ ഞാൻ പറഞ്ഞു വിടും. നീ പൊയ്ക്കോ, പിന്നെ വാ. ചേട്ടൻ പോട്ടെ.
കുറച്ച് നാളോട് ഒന്ന് ക്ഷമിക്കണ്ട ഐ ഡി സാറേ. ഞാൻ പറഞ്ഞില്ലോ രവിയെ പിടിച്ചങ്ങ് കയ്യിലോട്ട് തരാമെന്ന്. അല്ല, അവൻ ഇരിക്കുന്ന സ്ഥലമൊന്ന് പറഞ്ഞു തന്നാ മതി. ആഹാ, അതൊരു വിശ്വാസവഞ്ചനല്ലയോ? അല്ലയോ ഇസ്രായേൽക്കാ? അല്ല, ഈ രവി വേഷം മാറിയാണ് നടക്കണെന്ന് പറയണ കേട്ടല്ല അവനെ. കേക്കണോ രസം? ഞാനേ ഇന്നലെ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ ഉണ്ടണ ഒരു സ്വാമി നടന്നു വരും. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആളെ പിടികിട്ടി. പിന്നല്ലാതെയോ? ഞാൻ ചോദിച്ചാ നീ അങ്ങോട്ട് പോടാ. അവനാണ് മോശക്കാരനാണ്. ഉടനെ അവൻ ഇടാ ഭക്തോ ഓം ക്രീം ചാമുണ്ടായെന്നെല്ലാം ചില വേല. അവൻ എടാ എന്റെ അടുത്ത് ഈ ജാടകളൊന്നും കാണിക്കണ്ട കേട്ടോ. ഞാൻ കുറിപ്പേട്ടനാ. ഞാൻ പതിച്ച കൈ അകത്തോട്ടിട്ട് ആ താടിക്കൊരു വേണം. താടിയും മീശയുണ്ട് പുളുക്കോന്നാണ്. എന്നിട്ട് ആ സ്റ്റേഷനിലൊന്ന് പറയാനുണ്ടല്ലോ. അത് വിശ്വാസമല്ലോ. എന്നിട്ടോ ചെറുക്കൻ എന്റെ കാലിലോട്ട് കെട്ടി പിടിച്ചിട്ടൊരു കരച്ചിൽ. എനിക്കും കരച്ചിൽ വന്നു കേട്ടോ. നിങ്ങളൊന്ന് സമാധാനിക്കേ. ഞാൻ അവനെ പിടിച്ച് തരാമെന്ന് നിങ്ങൾ അവനെ ഒട്ട് തിരക്കുകയും വേണ്ട. തിരക്കിയാലോട്ട് കിട്ടാനും പോകുന്നില്ല. അവൻ ഇരിക്കുന്നിടം കുറുപ്പ് സാറിന് അറിയാവോ? അതെന്ത് ചോദ്യമായി സാറ്? ഞാൻ അവനെ തന്നോളാം. ഇത് ഞാൻ തിന്നോളാം. കാക്ക ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ഞാനിപ്പോ പറഞ്ഞ ആളില്ലയോ, പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അസനാര് കാക്ക വല്ലപ്പോഴും ഇത്തിരി നല്ലെണ്ണ തല വെച്ചൊന്ന് കുളിക്കണം. പാപ്പാടെ ചെവി ആരും കടിച്ചു തിന്നായിരുന്നാ മതി. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അങ്ങനെ പുള്ളിക്കാരൻ വലിയ ആളാവണ്ട. ലബീസ ബീബി അറിഞ്ഞോ? ഇന്ന് നമ്മുടെ ശാരദാമ്മയെ ജാമ്യത്തിൽ ഇറക്കുന്ന ദിവസമാണ്. ആര്? നമ്മുടെ മധുസൂദനം പിള്ള സാറ്. പുള്ളിക്കാരൻ അങ്ങനെയൊന്ന് തോന്നി. ശരി ശരി, മിസ്റ്റർ മധുവിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയാണ് ജാമ്യം കൊടുക്കുന്നതിനെ ഞാൻ എതിർക്കാതിരുന്നത്. ഞാനൊരു വികാരജീവിയായ മനുഷ്യനാണ്. അവളോട് എനിക്ക് പണ്ട് മുതൽ ജാമ്യം എഴുതി വെച്ചു കഴിഞ്ഞല്ലോ. എഴുതി വെച്ചു. മിസ്റ്റർ മധു താല്പര്യം കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അത് ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പോയി കൊച്ചുങ്ങളെ ഒന്ന് കണ്ടാട്ടെ. വേണ്ട, മധുവിന്റെ കാരുണ്യത്തിൽ എനിക്ക് ജാമ്യം വേണ്ട. ഞാൻ പോകുന്നില്ല. ഇനി ഇത് പറഞ്ഞാൽ പറ്റും. ജാമ്യം എഴുതി വെച്ചില്ല. നിങ്ങളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമില്ല. അതും മിസ്റ്റർ മധുവിനെ കരുതി. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം.